നമ്മളൊരു ചോദ്യം ആ ഒരു മുത്താലിം പയ്യനോട് ചോദിക്കുന്ന ഞാൻ കേട്ടിരുന്നു. എന്താണ് ഇപ്പം മതത്തിനെ വിമർശിക്കാൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓക്കെ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് യോജിപ്പില്ലാത്ത ഒരു കാര്യത്തിന്റെ ശുദ്ധീകരണം വരുത്താനും കൂടിയാണ് ഞാനിപ്പോ വിളിച്ചത്. അതായത് ദൈവത്തെ നിന്ദിക്കാൻ അല്ലെങ്കിൽ ഒരു ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഈ മതങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ മതങ്ങൾ തോന്നലാണ് അതില്, നിങ്ങൾക്ക് അങ്ങനെ തോന്നാനും ചിന്തിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കൂടിയാ. എന്റെ ധാരണ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. കാരണം ഞാന് ദൈവത്തെ എന്താണ് സ്ഥിരീകരിക്കുന്നതെന്ന് ചോദിച്ചാല് ഞാൻ ധരിക്കുന്ന ചില കാര്യങ്ങള് അത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് താങ്കളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ വിളിച്ചത്. അതായത് നമുക്ക് ഈ ജീവൻ എന്ന് പറയുന്ന ഒരു തന്തു നമ്മളിൽ ഉണ്ട് എന്നിരിക്കെ, നമ്മളുടെ മരണം എന്ന് പറയുന്നത് അതിന്റെ നാശത്തെയാണ് നമ്മൾ, അതായത് അതിന്റെ ഇല്ലായ്മയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവൻ എവിടെയൊക്കെയോ പോകുന്നുണ്ട്, ആ ജീവൻ നശിക്കുന്നില്ല. അപ്പൊ ആ ഒരു ചിന്തയിൽ ഞാൻ എത്തിയപ്പോഴേ ശരി, നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ ന്യായീകരിക്കുന്നുണ്ട്. എന്താണ് മതപരമായ എല്ലാ സിദ്ധാന്തങ്ങളും അത് മാനുഷികമാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു തന്നെ. അതിൽ ദൈവത്തിന് ഒരു ഇതുമില്ല. അത് ഓരോ മതങ്ങളിലൂടെ അല്ലാതെ നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കി എന്ന് പറയുന്നത് ജീവനും മരണവും വെച്ചിട്ടാണോ? അതെ അതെ, അതുകൊണ്ട് ജീവൻ മരണവും വെച്ച് മാത്രമല്ല, അല്ല ജീവൻ മരണവും വെച്ച് മാത്രമല്ല. കാരണം മതത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ദൈവത്തിന് ഒരുപാട് കുറവുകളുണ്ട്. മതമാണ് ദൈവത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അല്ലല്ല, മതങ്ങളിലൂടെയാണ് ദൈവം ഇന്ന് കാണുന്ന അത്രയും സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, എന്നെ സംബന്ധിച്ച് മതങ്ങളിലൂടെ ഞാൻ കണ്ടെത്തുന്ന ദൈവത്തിന് ഒരുപാട് പരിമിതികളുണ്ട്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടെത്തുന്ന ദൈവത്തിന്റെ പരിമിതി എന്ന് പറയുമ്പം, നിങ്ങൾ കണ്ടെത്തുന്ന ദൈവത്തെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തിയെന്നും ആ ദൈവം എന്താണെന്നും അതിന്റെ ഗുണവിശേഷങ്ങൾ എന്താണൊക്കെ നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയുന്നത് ദൈവം ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. സാധ്യതയല്ല, അതിന് വ്യക്തതയുണ്ട്. അത് വ്യക്തത എന്തെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബോധ്യമാണ്, നിങ്ങളുടെ തോന്നലാണത്. നിങ്ങൾ അവരവരുടെ തോന്നലുകൾ അവരവർക്ക് വ്യക്തത ഉണ്ടാവും. അത് എല്ലാവർക്കും ശരിയായിക്കൊള്ളണമെന്നോ അല്ലെങ്കിൽ അതൊരു വസ്തുതയാണെന്നോ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ജീവൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അജ്ഞാതമായ കാലത്ത്, അല്ലെങ്കിൽ അതിൽ നമുക്ക് ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത കുറവുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്താ പറയാ ഒരു അസന്നിഗ്ധാവസ്ഥ ഉണ്ടെങ്കിൽ, ഒരു സന്നിഗ്ധ ഘട്ടം ഉണ്ടെങ്കിൽ, ഏതെങ്കിലും അറിവിന്റെ പരിമിതി ഉണ്ടെങ്കിൽ, അവിടെയൊക്കെ നമ്മൾ ഗോഡ് ഓഫ് ഗ്യാപ്സ് എന്ന് പറയാം, അത്രേ ഉള്ളൂ. അതിന്റെയൊക്കെ പിന്നിൽ നമുക്ക് ദൈവം എന്ന് ആരോപിക്കാം എന്നല്ലാതെ ഈ ദൈവം എന്താണെന്ന് നിങ്ങൾക്ക് നിർവചിക്കാൻ പറ്റുമോ? അല്ല, ദൈവം എന്താണെന്നുള്ള നിർവചനത്തിൽ നമ്മൾ എത്തണമെങ്കിൽ ഈ ദൈവത്തിന്റെ സൃഷ്ടിത്വത്തിൽ നമ്മൾ എങ്ങനെയാണ് വ്യാപൃതരാകണം? ആദ്യം ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ് ഇതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ദൈവം എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ എങ്ങനെ എത്തി? അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ പറയുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തി? അല്ല, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാകണമെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സെന്റർ വേണം. ഞാൻ വിശ്വസിക്കുന്ന അത്രയേ ഉള്ളൂ. ഈ ലോകത്ത് അത് ദൈവമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതാണ് ദൈവം, അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഈ സത്യം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാൻ ഈ ജീവനുമായി ബന്ധപ്പെടുത്തിയത്. ജീവൻ ഉള്ളത് മാത്രമല്ലല്ലോ പ്രപഞ്ചത്തിലുള്ളത്, ജീവൻ ഉള്ളത് മാത്രമല്ല, ജീവൻ ഇല്ലാത്തതും ഉണ്ട്. ആകട്ടെ, അതൊക്കെ പ്രപഞ്ചത്തിന്റെ, അതായത് പ്രപഞ്ചനാഥൻ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആ പ്രപഞ്ചനാഥനെ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഭൂമിയിൽ ജനിച്ചു, ഓക്കെ, നമ്മൾ ജനിച്ച് ജീവിക്കുന്ന ഇതിന് ഭൂമി എന്നാണ് പേര്, അല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഗോളത്തിനകത്താണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? അല്ല, അത് നമ്മളിപ്പോ ശാസ്ത്രം നമുക്ക് തെളിയിച്ചു തന്നല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക് ഭൂമി എന്താണെന്ന് അറിയാം. ഭൂമിയെ കുറിച്ചുള്ള ഏകദേശം ഒരു പിക്ചർ, ഭൂമി എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് ഉള്ളിലോട്ടൊരു നമ്മളെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് ഒരു ചിത്രം വരും. ഇങ്ങനെ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ ഏഷ്യയിലാണ്, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, ഇത്ര അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് ബോധ്യമുള്ളതും നിങ്ങൾക്കും എനിക്കും ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിനപ്പുറത്തേക്ക് ഈ പ്രപഞ്ചം, പ്രകൃതി അല്ലെങ്കിൽ പ്രതിഭാസങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? നിങ്ങളുടെ ബോധ്യങ്ങളെ രൂപപ്പെടുത്തിയത് എന്താണ്?
അല്ല, എന്റെ ബോധ്യമല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇന്ന് അത് ശാസ്ത്രം ഈ കണ്ടെത്തിയ സാധനങ്ങളെ കുറിച്ച് യാഥാർത്ഥ്യത്തിൽ ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു പിക്ചർ വേണ്ടേ നമുക്ക്? സാഹിബ് ഒരു മിനിറ്റ് ഒന്ന് തന്നെ ശ്രദ്ധിക്കാവൂ. ഉം. ചിലപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ അത് ബോധ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുക. ഉം. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നറിയോ? ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയ കാര്യത്തിനപ്പുറം ഞാൻ ഒന്നും വിശ്വസിക്കാൻ ശ്രമിക്കുന്ന ആളല്ല. ഉം. ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ദൈവവിരുദ്ധമാണെന്ന് കരുതുന്ന ആളുമല്ല ഞാൻ. ഉം. ശാസ്ത്രം എന്റെ ദൈവത്തിന്റെ പോയിന്റ് ഏറ്റവും അതല്ല, അതില് നമുക്ക് തർക്കമില്ല. ഞാൻ പറഞ്ഞ അതല്ല. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളൊരു വരുന്നത് ദൈവം എന്നറിയാം. ഉണ്ടാവണം, നിങ്ങളൊരു ദൈവം ഉണ്ടാവേണ്ടുന്നതിന്റെ അത്യാവശ്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ മുന്നിലോട്ട് വെച്ചത് ജീവൻ, ജീവിതം, പ്രകൃതി, പ്രപഞ്ചം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെയാണ്. ഒറ്റ ഇതിൽ ഒരു കണ്ടന്റ് മാത്രം എടുക്കുക, ജീവൻ. എന്താണ് ജീവൻ? ഞാൻ പറയുന്നത് ഈ ജീവൻ എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി? അല്ല, ഞാൻ പറയുകയാണ് എന്ത് തുടങ്ങി എന്നെന്ന്. ഇനിയിപ്പോ ശാസ്ത്രമല്ല, ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അതിൽ അവ്യക്തതയുണ്ട്. ഞാന് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ജീവൻ ഒരു യാഥാർത്ഥ്യമാണ്, അത് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാനും കഴിയില്ല. അത് യാഥാർത്ഥ്യമാണ് എന്നതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, അത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾക്ക് മരണം സംഭവിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കൂലങ്കഷമായി ഒന്ന് ചിന്തിക്കണം, എന്ന് അതിനുശേഷം എനിക്ക് മറുപടി തരണം. അതായത് ജീവൻ നമ്മൾ പറയൂ, എന്താണ് ജീവൻ? അതാണ് ഞാൻ പറയുന്നത്. അതിനൊരു വിശകലനം കൊടുക്കാൻ ശാസ്ത്രജ്ഞർക്കല്ല, ലോകത്താർക്കും അല്ല, വേണ്ട ആർക്കും കഴിയില്ലത്. പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു കാര്യം എന്താന്ന് ഡിഫൈൻ ചെയ്യാതെ അതിന്റെ പിന്നിലുള്ള കാരണത്തെ നിങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കുന്നത്? എന്റെ സുഹൃത്തെ, ജീവൻ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു മിനിറ്റ്, അതിനെ നമുക്ക് ഹലോ, ഇനി പറയൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്താണ് ജീവൻ എന്ന് നിങ്ങൾ പറയൂ. അതായത് എന്താണ് ജീവൻ, എന്താണ് നിങ്ങളതിന്റെ കാരണമായിട്ട് നിങ്ങളൊരു ദൈവം ഉണ്ട് എന്ന് പറയുന്നു. ജീവനെ നിർവചിക്കാൻ കഴിയില്ല. നിർവചിക്കാൻ കഴിയാത്ത ഒരു സംഭവത്തിന്റെ കാരണത്തെ നമുക്ക് എങ്ങനെ നിർവചിക്കാൻ കഴിയും? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ജീവൻ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല, അത് യാഥാർത്ഥ്യവുമാണ്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറയുന്നൊന്ന് ചിന്തിക്കണം. അത് യാഥാർത്ഥ്യമാണ്, ജീവൻ ഉണ്ട് അല്ലേ? അത് ഒരു വസ്തുവല്ല, വസ്തുതയാണ്. ജീവൻ ഒരു വസ്തുവല്ല, അതൊരു വസ്തുതയാണ്, അത് യാഥാർത്ഥ്യമാണ്. അപ്പോ ഞാൻ വിചാരിക്കുന്നു ഇതേ കണക്ക് യാഥാർത്ഥ്യം ഒരു വസ്തുത യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം, അവിടെ ഊഹാപോഹങ്ങൾക്ക് ഒരുപാട് സ്ഥാനം വരും. പക്ഷെ ഇവിടെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ, ജീവൻ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ അതൊരു വസ്തുതയുമാണ്. ഒന്ന് ചിന്തിക്കണം, ഒരു വസ്തുവല്ല, വസ്തുതയുമാണ്. പറഞ്ഞോളി. അല്ല, ഞാൻ പറയുക. എന്നിട്ട് ഞാൻ വിചാരിക്കുന്ന അത്രയേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കെ ഒരിക്കലും നമുക്ക് ദൈവനിഷേധം നടത്താൻ കഴിയില്ല. കാരണം എന്തുകൊണ്ട്? ഇത് ഈ ജീവിതം എന്ന് പറയുന്ന നിങ്ങൾക്കും എനിക്കും ബോധ്യമുള്ള, അനുഭവമുള്ള ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ ദൈവം എന്ന് എനിക്കോ നിങ്ങൾക്കോ നിർവചിക്കാൻ കഴിയാത്ത, എനിക്കോ നിങ്ങൾക്കോ അനുഭവഭേദ്യമല്ലാത്ത ഒരു കാരണത്തിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നതിന്റെ ലോജിക്ക് എന്താണ്? അത് നിങ്ങൾ എന്ത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്? അല്ല, ഞാൻ ആ മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നെയും നിങ്ങളെയും നിലനിർത്തുന്ന ഈ ജീവനെ പോലും നമുക്ക് നിർവചിക്കാൻ കഴിയില്ല എന്നിരിക്കെ, ആ നിർവചനാതീതമായ ആ ഒരു ജീവന് ഒരു പ്രൊഡക്ഷൻ സെന്റർ ഉണ്ടാവുന്നേ. ഇതൊരു വസ്തുതയല്ലേ, വസ്തുവല്ലല്ലോ. ഒരു വസ്തുതയല്ലേ, ഒരു വസ്തുവല്ലല്ലോ ജീവൻ. അല്ല, ഞാൻ പറഞ്ഞതാണ്, വസ്തുതയാണ്. ഇത്രയോ വസ്തുതകളുണ്ട്. എങ്ങനെയാണ് യാഥാർത്ഥ്യമായ അതെ, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഈ നിർവചിക്കാൻ കഴിയാത്ത, ഒരു മിനിറ്റ്, നിർവചിക്കാൻ കഴിയില്ലെങ്കിലും, നിർവചിക്കാനൊക്കെ കഴിയും, അത് വേറെ കാര്യം. നിർവചിക്കാൻ കഴിയില്ലെങ്കിലും, ഇപ്പൊ നിങ്ങളുടെ വാദത്തിൽ നിർവചിക്കാൻ കഴിയില്ലെങ്കിലും യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള ജീവനെ നമുക്ക് രണ്ടുപേർക്കും ബോധ്യമുള്ള ഒരു വിഷയത്തെ നമുക്ക് രണ്ടുപേർക്കും ബോധ്യപ്പെടാനോ നിർവചിക്കാനോ കഴിയാത്ത മറ്റൊരു കാരണത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഊഹാപോഹം മാത്രമാണ്. അല്ലല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ആ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനും നിങ്ങൾ ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഇതിനും നമുക്ക് നിർവചനം കൊടുക്കാൻ കഴിയുന്നില്ല. ഇല്ല, പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. നമുക്ക് ബോധ്യമുണ്ട്, നമുക്ക് അനുഭവമുണ്ട്, നമുക്ക് ബോധ്യമുണ്ട്.
അപ്പൊ പിന്നെ എന്തുകൊണ്ട് അതേ അനുഭവം എന്തായാലും ഈ പ്രകൃതിയിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കിയേ. ഏത് പ്രകൃതി? ഞാൻ അത്ഭുതപ്പെടുന്നത് അല്ല, നിങ്ങളുടെ നമ്മുടെ ഈ അത്ഭുതമാണ്. അതാണ് ജീവിക്കുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞ നിങ്ങളുടെ അത്ഭുതവും ജിജ്ഞാസയും നിങ്ങളുടെ ഈ പറയപ്പെടുന്ന നമ്മുടെ അറിവിന്റെ പരിമിതിയുമാണ് ദൈവത്തിന്റെ ആകെയുള്ള തെളിവ്. അത് ഊഹാപോഹമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ 14 നൂറ്റാണ്ടുകൾക്ക് ഇസ്ലാം വന്നു, ഏകദേശം ഒരു 20 നൂറ്റാണ്ടുകൾക്ക് അപ്പുറം ക്രിസ്ത്യൻ മതം വന്നു, അതുപോലുള്ള തന്നെ എല്ലാ യഹൂദ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, ഞാൻ കാലഘട്ടം ബന്ധപ്പെട്ട് നമ്മൾക്ക് ഒരു കാര്യം ബോധ്യമാകും, ഈ മതങ്ങളെല്ലാം കാലഘട്ടത്തിനുള്ളിലായിരുന്നു. ആ കാലഘട്ടത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മതങ്ങളെല്ലാം ഇറങ്ങിയത്. അതിനെ ആരെന്തൊക്കെ വാദിച്ചാലും ശരി, അതിന് ഒരുപാട് ഞാൻ ഒരു ഒറ്റ കാര്യം ചോദിക്കാം നിങ്ങളടുത്ത്. ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ വ്യക്തത വരാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കാം. ഈ മതങ്ങളൊക്കെ, നിലനിൽക്കുന്ന എല്ലാ മതങ്ങളും ദൈവവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അല്ലെങ്കിൽ ബോധ്യങ്ങൾ, തെളിവുകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവരും ദൈവവുമായി നേരിട്ട് കണക്ട് ചെയ്തിട്ട് വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങളുമാണ് എല്ലാ മതങ്ങളും. ഇപ്പം യേശു ആണെങ്കിൽ ദൈവപുത്രനായിട്ടാണ്, ദൈവം തന്നെ അവതരിച്ചതായിട്ടാണ് കാണുന്നത്. മുഹമ്മദ് നബി ആണെങ്കിൽ ദൈവത്തിൽ നിന്ന് നേരിട്ട് വഹി ദിവ്യബോധനം ഒരു മാലാക മുഖാന്തരം റിസീവ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്ത ഒരു പ്രവാചകനാണ്. ദൈവവുമായി കണക്ട് ചെയ്തിട്ടാണ് ഈ രണ്ട് കഥകളും. ഈ രണ്ട് കഥകളും സത്യമല്ല, ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? 100% ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ, എന്തിന്റെ ബേസിലാണ് നിങ്ങൾ അത് തള്ളുന്നത്? ഞാനത് തള്ളാൻ കാരണമുണ്ട്. കാരണം എന്തറിയോ, നമ്മൾ കാണുന്ന ഈ ഒരു ബേസ് അല്ല, മുഹമ്മദ് ഒരു മനുഷ്യനാ. ആ ഒരു മനുഷ്യനെ ബേസ് കൊണ്ടല്ല ഈ ദൈവം നിൽക്കുന്നത്. നമ്മളുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടം, ഈ സർവ്വപ്രപഞ്ചത്തിന്റെയും കോടി. അതായത് നിങ്ങൾ പറയുന്നത് ഭൂമി ലോകത്ത് ദൈവത്തിന്റെ പേര് പറഞ്ഞ് നിലനിൽക്കുന്ന ഒരു മതങ്ങളും ദൈവികമായ മതങ്ങളല്ല, ദൈവത്തിൽ നിന്നുള്ള നേരിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ളതല്ല. അല്ല, 100% ഞാൻ. പക്ഷെ ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതെ. ആ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ആ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഞാൻ കണ്ടെത്തിയ വിവരമാണ് ഞാൻ ഈ പറഞ്ഞത്. കണ്ടെത്തിയത് നിങ്ങളുടെ ഊഹാപോഹമാണ്. അല്ല, ഞാൻ കണ്ടെത്തിയ ശാസ്ത്രമാണ് എനിക്ക് ഈ ദൈവത്തെ കൂടുതലും എന്നെ ബോധ്യപ്പെടുത്തിയത്. ശാസ്ത്രത്തെ കൂട്ടുപിടിക്കരുത്. ശാസ്ത്രം എല്ലാവർക്കും അനുഭവപ്പെടുന്നതും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ പറ്റുന്ന ഒരു വൈജ്ഞാനിക ശാഖയാണ്. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ശാസ്ത്രത്തിന് പുരോഗതി ഉണ്ടോ? അപ്പൊ നിങ്ങൾ ശാസ്ത്രം ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അല്ല, ഞാൻ പറയട്ടെ, ശാസ്ത്രം ദൈവത്തിന്റെ ഒരു വരദാനമാണ് എന്റെ അഭിപ്രായത്തിൽ. അല്ല, നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, നാട്ടിൽ ദൈവികമായ ദൈവത്തെ പരിചയപ്പെടുത്തുകയും ദൈവത്തെ പൂജിക്കുകയും ആരാധിക്കുകയും എങ്ങനെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഏകദൈവം എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് കർശവിശ കൂടുകയൊക്കെ ചെയ്യുന്ന നിലവിലുള്ള ഒരു മതങ്ങളും ദൈവത്തിൽ നിന്നുള്ളതല്ല. പക്ഷെ ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്താണ്, ഏതാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളുടെ സങ്കല്പം നിങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് അത് ശരിയാണെന്ന് വിശ്വാസമുണ്ട്, അത്രേ ഉള്ളൂ. ഈ മതങ്ങളൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നല്ല എന്റെ സാരം. ഡയറക്റ്റ് ദൈവികമല്ല. പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം, ഡയറക്റ്റ് ദൈവികമല്ല. ഇപ്പൊ മുഹമ്മദിന് ദൈവം ഡയറക്റ്റ് ഖുർആൻ അങ്ങോട്ട് മനസ്സിൽ കൊടുക്കാല്ലേ ജിബ്രീൽ മുഖേന കൊണ്ട് കൈ കൊടുത്തു എന്ന് വിശ്വസിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിയുള്ള ബോധമുള്ള ഒരാൾക്കും കഴിയില്ല. കാരണം എന്താണെന്നറിയാം, ദൈവം എവിടെ കിടക്കുന്നു? ദൈവം എവിടെ കിടക്കുന്നു? അത് നിങ്ങൾ നോക്കൂ. നിങ്ങൾ എന്ത് താരതമ്യത്തിലാണ് മുഹമ്മദ് പറഞ്ഞ ദൈവവും അല്ലെങ്കിൽ ഈ പിന്നെ ക്രിസ്ത്യാനിറ്റി പറയുന്ന ദൈവവും നിങ്ങളുടെ ദൈവത്തെയും നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിലാണ്? പറയൂ. ഞാൻ പറയുന്ന ഈ ബേസ് ഒരു മിനിറ്റ് ഒന്ന് കേൾക്കണം. പറയൂ. അത് ശാസ്ത്രീയമായ കണ്ടെത്തലിന്റെ വെളിച്ചത്തില് ഇന്ന് ഈ ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഇങ്ങനെ പറയുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രത്തിന്റെ വലുപ്പം തന്നെ ഭൂമിയേക്കാൾ ലക്ഷോപലക്ഷം ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രത്തിൽ നിന്ന് മറ്റൊരു നക്ഷത്രത്തിലേക്ക് എത്താനോ ദശലക്ഷം പ്രകാശവത്സരങ്ങൾ വേണ്ടി വരുന്ന അത്രയും വിശാലമായ ഈ പ്രപഞ്ചം, ഈ സൗരയൂഥം ഒന്ന് ചിന്തിക്കണം. ഞാൻ അത്ഭുതപ്പെടുന്നു. ഈ സൗരയൂഥം തന്നെ ഇത്ര നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ഈ സൗരയൂഥത്തിന് ഇതുവരെ ഇതുപോലുള്ള 30,000 കോടി സൗരയൂഥങ്ങൾ ശാസ്ത്രം കണ്ടെത്തി. ഞാൻ അത്ഭുതപ്പെടുന്നത് അവിടെ. 30,000 കോടി സൗരയൂഥങ്ങൾ ശാസ്ത്രം കണ്ടെത്തിയോ?
ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഇതേപോലുള്ള നമ്മുടെ ഈ സൂര്യൻ, ഭൂമി, ചന്ദ്രൻ, ഈ പറയുന്ന ഒരു ഗാലക്സി, അതായത് ഒരു സൗരയൂഥം ഉൾപ്പെടുന്ന ഈ ഒരു ഇതുപോലുള്ള 30,000 കോടി, അത് സെർച്ച് ചെയ്ത സാറിന് കണ്ടെത്താൻ കഴിയുന്നേ ഉള്ളൂ. 30,000 കോടി സൗരയൂഥങ്ങൾ എന്താണ് ശാസ്ത്രം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി കണ്ടെത്താൻ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്നതിനപ്പുറം ദൈവം വളരെ 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 വലുതാണ്. ഒരിക്കലും എക്സ്പ്ലനേഷന് പറ്റില്ല. നോക്കൂ, എക്സ്പ്ലനേഷന് അതീതമായ നമ്മൾ ശാസ്ത്രത്തിന്റെ ഇത്രയും കാലത്തെ അധ്വാനത്തിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന, ഇനിയും കണ്ടെത്താത്തതിന്റെ അറ്റമൂല്യം നമുക്ക് തിരിച്ചറിയാത്ത ഈ പ്രതിഭാസങ്ങളുടെ മുമ്പിൽ അത്ഭുതത്തോടെ നിൽക്കുന്ന ഒരാള് ഇതിന്റെ പിന്നിലുള്ള ശക്തിയെ നിർണയിക്കുകയാണോ ചെയ്യുന്ന? ആദ്യമേ ഞാൻ നിർണയിച്ചത് ഞാൻ പറഞ്ഞു. താങ്കളോട് ഒരു ചെറിയ ഉദാഹരണം ഞാനത് പറഞ്ഞു വെച്ചു. ആ ജീവന്റെ ആ ഉദാഹരണവും ഈ നിങ്ങളുടെ അത്ഭുതമല്ലാത്ത മറ്റെന്താണ്? എന്റെ അത്ഭുതമല്ലല്ലോ, ഇത് യാഥാർത്ഥ്യമല്ലേ. ഇതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ അത്ഭുതം എന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്ന ദൈവം എന്താണ്? അത് പറയൂ. ഞാൻ പറയുന്ന ദൈവം ഇതാണ്. ഇതെല്ലാം സൃഷ്ടിക്കാൻ ഒരു ശക്തി ഇല്ലാതെ കണ്ടുകൊണ്ട് ഒരിക്കലും ഇത് സ്വയം സാധിക്കില്ല എന്ന് നിങ്ങളുടെ ബുദ്ധി നിങ്ങളോട് പറയുന്നു. അത്രയല്ലേ ഉള്ളൂ. എന്റെ ബുദ്ധി അല്ലെന്നേ, നമ്മളുടെ ബുദ്ധി അങ്ങനെ. ആ ശക്തി ആരാണ്? ആ ശക്തി എന്താണ്? ആ ശക്തിയാണ്, അതിന്റെ ഒരു ചെറിയ ഡിറൈവേഷനാണ് ഈ തന്നത്, ജീവൻ എന്ന് പറയുന്ന ഈ തന്തു. അപ്പൊ ജീവനാണോ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അംശമാണ് ആണോ? ഇന്ന് എനിക്ക് പറയാൻ കഴിയില്ല, കാരണം അത് ദൈവം. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ദൈവത്തെ നിങ്ങൾ പറയാനെങ്കിലും ശ്രമിക്കൂ. എന്താണ് ദൈവം? അത് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത ഒരു നിർവചിക്കാൻ കഴിയാത്ത ഒരു കാര്യം. ഒരു മിനിറ്റ് നോക്കൂ, നിർവചിക്കാൻ കഴിയാത്ത ഒരു കാര്യം എല്ലാവർക്കും പൊതുവിൽ ബോധ്യപ്പെടാത്ത അല്ലെങ്കിൽ അനുഭവഭേദ്യമല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അത് സ്ഥാപിക്കുന്നത്? ഇത് അനുഭവവേദ്യമാണല്ലോ. എന്ത്? ഈ ജീവൻ അനുഭവവേദ്യമല്ലേ? ജീവൻ ആണോ ദൈവം? അതാ ഞാൻ നിങ്ങളോട് ചോദിക്കണേ. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്തെന്നറിയോ, ജീവന് ഒരു നിർവചനം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ജീവനൊക്കെ ഓൾറെഡി ശാസ്ത്രത്തിന് നിർവചനം ഉണ്ട്. എന്താണ് അത്? അതിന് പൂർണ്ണതയുണ്ട്? പൂർണ്ണത ഉണ്ടാവില്ല, അത് പിന്നെയും ചിലപ്പോ പരിഷ്കരിക്കും. നിർവചിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ, ഒരു വസ്തുതയുടെ പിന്നിലുള്ള കാരണത്തെ നിങ്ങൾ സ്ഥാപിക്കാണ്. അത് ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഒരു വസ്തു എന്താണെന്ന് അറിയണ്ടേ? ഇപ്പൊ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അത്ഭുതങ്ങൾ ഇതിനൊരു കാരണമുണ്ട്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഈ കാരണമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് ആ കാരണം എന്ന് നിങ്ങൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇതിന്റെ തെളിവിന്റെ തന്നെ ഇതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും എന്നതാണോ നിങ്ങളുടെ ദൈവം? അല്ല, ഇതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടാകും എന്നുള്ളതല്ല, ഇത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അല്ല, ഞാൻ തീർത്തും പറയും. അതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? തീർത്തും. അങ്ങനെ നിലവിലുള്ള മതങ്ങളൊന്നും ദൈവത്തിൽ നിന്നുള്ള മതങ്ങളല്ല. അല്ല, 100% അല്ല. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിന് പ്രത്യേകിച്ച് നിങ്ങളുടെ വിശ്വാസം എന്താ പറയാ, ഒരു നിർഗുണ പരബ്രഹ്മാണ്. നിങ്ങൾ വിശ്വസിച്ചോളി, കുഴപ്പമില്ല. ഇല്ല, അങ്ങനെയല്ല ഞാനിത് പറയുന്നത്. ഇത് സ്ഥാപിക്കാൻ ഞാൻ ഈ ദൈവത്തെ കൊണ്ട്, ഈ ദൈവം എന്ന് പറയുന്നത്, ഈ ദൈവത്തെ കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ദൈവമുണ്ട്, ശരി, വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ ഈ ദൈവത്തെ കൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത് എന്താണെന്നല്ലേ? പിന്നെന്താണ് ലക്ഷ്യം? പിന്നെ ഈ ദൈവവും നിങ്ങൾ തമ്മിൽ എന്റെ ലക്ഷ്യം ഞാൻ പറയാം. എന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഞാൻ 100% വിശ്വസിക്കുന്ന ലക്ഷ്യമാണ്. അതായത് ഈ ജീവൻ ഉണ്ട്, ജീവൻ നശിക്കുന്നില്ല, പക്ഷേ എന്റെ ബോഡി നശിക്കുന്നു. ചിന്തിക്കണം. ഞാനെന്ന് പറയുന്ന ഗഫൂർ ഒരു 50 വർഷം കൂടെ ജീവിച്ചു വന്നതിന് തെളിവ് ആ ജീവനാണ്. അത് കഴിഞ്ഞാല് ആ ജീവൻ വിട്ടു അല്ല, അവിടെയാണ് ചിന്ത. നമ്മുടെ ചിന്ത എത്തേണ്ടത് അവിടെയാണ്. ഈ ജീവൻ എവിടെ പോകുന്നു? ഞാൻ 100% പറയുന്നു, അതിനൊരു സൃഷ്ടാവുണ്ട്. ഈ ജീവൻ എവിടെ പോകുന്നു അത് പറയും. ഞാൻ പറഞ്ഞതാണ്, ആ ജീവൻ പോകുന്നത് ആ സൃഷ്ടാവിന്റെ സമക്ഷത്തിലേക്കാ. അപ്പൊ ഈ ജീവൻ സ്വമേധയാ പോകുമോ അതോ ദൈവം ആളെ വിട്ട് കൊണ്ടുപോകോ? അത് രണ്ട് രീതിയിലും ആകാം. ചിലപ്പം ദൈവം ഈ ജീവൻ നമുക്ക് തരുന്ന സമയത്ത് ഒരു നിയതിയുടെ തീരുമാനം അനുസരിച്ച് അതങ്ങനെ ആയേക്കാം. അതല്ലെങ്കിൽ ദൈവത്തിന് തോന്നുന്ന സമയത്ത് അത് കൊണ്ടുപോയേക്കാം. ആയിരിക്കാം. ദൈവത്തിന് അല്ല, ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നിങ്ങൾ ഇതെല്ലാം കൂടെ കണ്ട്
ഈ പ്രപഞ്ചം, പ്രതിഭാസം, ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെതെന്ന് പറയുന്ന ചിത്രങ്ങൾ ഇതൊക്കെ കണ്ട് ആകെ സ്തബ്ധനായി നിന്നപ്പോ നിങ്ങൾക്ക് തോന്നിയതാണ് ഇതിന് പിന്നിലൊരു ദൈവം ഉണ്ട് എന്ന്. വേറെ എന്റെ തെളിവൊന്നുമില്ല നിങ്ങളുടെ തോന്നൽ കയ്യില്. യാഥാർത്ഥ്യമാണെന്ന്. അല്ല, അല്ല നിങ്ങൾ സാഹിബേ, എന്താണ് ഒരു ഞാൻ വസ്തു പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്നെപ്പോഴാണ് നമ്മൾ ഒരു രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുക? അല്ല യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ, ജീവൻ കാണപ്പെടുന്ന യാഥാർത്ഥ്യമാണ്, മാത്രം നമുക്കറിയാം. യാഥാർത്ഥ്യമല്ല. ജീവൻ എന്ന് പറയുന്ന അല്ല, ഒരു പ്രതിഭാസമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് തെളിവ് അപ്പൊ നമ്മുടെ മുമ്പിലുണ്ട്. അതെ, ആ, അപ്പൊ അതേപോലെ തന്നെ എന്നെ സംബന്ധിച്ച് നിങ്ങളെ എനിക്കൊരു സംബന്ധിച്ചല്ല, തെളിവുണ്ടെന്നേ. എന്നെയും നിങ്ങളെയും നമ്മൾ രണ്ടുപേരും കൂടി മൂന്നാമതൊരാളോട് പറയുമ്പോൾ അയാൾക്കും ബോധ്യമാകുന്ന എന്തെങ്കിലും തെളിവ് നിങ്ങൾ ഈ പറയുന്ന വാദങ്ങൾക്കുണ്ടോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഒരാള് അത്ഭുതമല്ലാത്ത എന്തെങ്കിലും തെളിവുണ്ടല്ലോ? ചോദിക്കലൊക്കെ പിന്നെ നമുക്ക് അല്ലല്ല ചോദിക്കാം. ഞാൻ നിങ്ങളുടെ പറയുന്ന ഈ ഭാഗത്ത് പറഞ്ഞത് ചോദിക്കണം. അല്ല, എന്റെ ഭാഗത്ത് ഇത് ഞാൻ ഒന്നും ഒരു അല്ല, ഊഹാപോഹത്തിന്റെ നിങ്ങളുടെ വെളിച്ചത്തിലല്ല ഊഹാപോഹത്തെ പറഞ്ഞത്. കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന വസ്തുതകൾക്ക് ജീവൻ ഉണ്ട് എന്നതല്ലാത്ത എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടല്ലോ, എന്താണ്? അതല്ല യാഥാർത്ഥ്യമല്ലേ, അതല്ലേ ഈ കാണുന്നതെല്ലാം. ഈ കാണുന്നതാണ് ദൈവത്തിന്റെ തെളിവ്. പിന്നെ 100% ഞാൻ വിശ്വസിക്കുന്നു, അതൊരു സൃഷ്ടാവില്ലാതെ ഈ ഒരു സൃഷ്ടിപ്പും എന്താണ് ഉണ്ടാവില്ല. കണ്ടത്? നിങ്ങൾ എന്താ കണ്ടത്? ഞാൻ ഒരു കാര്യം ചുരുക്കി പറയട്ടെ. പറയ്. H2O നിങ്ങൾ എങ്ങനെ കണ്ടു? ഇല്ല, ഞാൻ പറയട്ടെ. അല്ലാതെ എങ്ങനെ കണ്ടു? ആര് കണ്ടു? ഒരു മിനിറ്റ്. എന്താണ് H2O? ഹൈഡ്രജന്റെ 2 തന്മാത്രയും ഓക്സിജന്റെ ഒരു തന്മാത്രയും ചേരുമ്പോൾ വെള്ളം ജലം ഉണ്ടാവും. ജലം എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് അല്ല, നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. ശാസ്ത്രീയമായ കണ്ടെത്തൽ. അപ്പോ ശാസ്ത്രം എന്നോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശാസ്ത്രീയമായ എല്ലാ കണ്ടെത്തലുകളും ഒരു മിനിറ്റ് ശാസ്ത്രീയമായ എല്ലാ കണ്ടെത്തലുകളും ശാസ്ത്രീയമായ അറിവുകളും അന്വേഷണങ്ങളും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് അതിന്റെയും മുന്നിൽ പോയിട്ട് ഇതിന്റെയൊക്കെ പിന്നിലുള്ള ദൈവത്തെ നിങ്ങൾ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഓൾറെഡി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശാസ്ത്രം അന്വേഷിച്ച് നിങ്ങളെ ബോധ്യത്തിന്റെ അവിടെ എത്തും എന്ന് നിങ്ങൾ പ്രത്യാശിച്ചോളൂ. ഞാൻ എത്തിക്കഴിഞ്ഞു. അങ്ങനെ നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ അവിടെ എത്തി, പക്ഷെ ശാസ്ത്രം നിങ്ങളെക്കാളൊക്കെ എത്രയോ പുറകിലാണെന്നാണ് വിചാരിക്കുന്നത്. കാരണം ശാസ്ത്രം ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ശക്തിയുടെ സാന്നിധ്യം, ആളുകൾ ജീവൻ ഇട്ട് കൊടുക്കുകയും അതൊരു പരിധി കഴിയുമ്പോൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന തരത്തിൽ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ദൈവത്തെ ഒന്നും ഈ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പിന്നെ അത് എങ്ങനെയാണ് നിലനിൽക്കുന്നതിനെ കുറിച്ചും അതിന്റെ നാശത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരാരും ഇതുവരെ അങ്ങനെ നിർവചനത്തിലേക്കോ ഒരു ധാരണയിലേക്കോ എത്തിയിട്ടില്ല. നിങ്ങൾ അവിടെ ഓൾറെഡി എത്തി. അല്ല, ഞാൻ പറയുന്നത് എന്തറിയാം, നിങ്ങൾ തന്നെ പറഞ്ഞു ശാസ്ത്രത്തിന് ഇത് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. ശാസ്ത്രം നിന്നിട്ടില്ല, നിലച്ചിട്ടില്ല. നിങ്ങളെല്ലാം അന്വേഷണം പൂർത്തിയാക്കി ദൈവമുണ്ടെന്ന് സ്ഥാപിച്ചില്ലേ? എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ, കാരണം എനിക്ക് നിസ്സാര ആയുസേ ഉള്ളൂ. ശാസ്ത്രവും ലോകവും ഇനിയും നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ദൈവവിശ്വാസത്തിന്റെ കാരണം നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇതന്നെ ഞാൻ നിങ്ങളുടെ തുടക്കം മുതൽ പറയുന്നത്. ഞാൻ ഈ നമ്മളുടെ നിസ്സഹായ അവസ്ഥയും അറിവിന്റെ പരിമിതിയും. ഒരു മിനിറ്റ്, എന്താ പറയുക, ഇങ്ങനെ ഇതിൽ തർക്കിച്ചു കളയാൻ സമയമല്ല. ഒന്നാമത് ഞാൻ ദൈവമുണ്ടോ ഉണ്ടില്ലെങ്കിൽ തർക്കിക്കാറില്ല. അതിന്റെ കാരണം ഇതാണ്. അതായത് ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുന്നവർക്ക് ദൈവത്തെ സ്ഥാപിക്കാൻ യാതൊരു തെളിവുമില്ല, ഊഹാപോഹങ്ങളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര വർഷങ്ങൾ വേണമെങ്കിലും ദൈവം യാഥാർത്ഥ്യമാണെന്ന് നിങ്ങളൊന്ന് സ്ഥാപിച്ചോളൂ, അതിന്റെ തെളിവുകൾ വെച്ചോളൂ, പറയൂ. അതിന്റെ തെളിവല്ലേ ഞാൻ ഈ പറഞ്ഞത്. ജീവൻ എന്ന് പറയുന്നതിനെ നിർവചിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നിർവചിക്കാൻ കഴിയാത്ത ഒരു സാധനത്തിന് നിങ്ങൾ എങ്ങനെയാണ് സ്ഥാപിക്കുന്നതും തെളിവ് വെക്കുന്നതും? ഞാനിതല്ല, നമുക്ക് അതിന്റെ തെളിവല്ലേ ഇത്. ഞാൻ സംസാരിക്കുന്നു, ഞാൻ ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതി, അത്ര മതി. ഇതുകൊണ്ടാണ് ഈ വിഷയത്തിൽ തർക്കിക്കാത്തത്. കാരണം ഇത് വളരെ ചെറിയ ഒരു ആയുസിൽ മരണം അടുത്തുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ കുറിച്ചും ജീവനും മരണവും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ച് എത്തും പിടിയില്ലാതിരിക്കുമ്പോ തോന്നുന്ന ഒരു ഊഹമാണ് ദൈവം. എത്തും പിടിയല്ല, ഒരെത്തും പിടിയില്ലാത്തോണ്ട് ഒരു അലകും പിടിയും എത്തും പിടി എന്നൊക്കെ നമ്മൾ പറയും. ഇതൊന്നും ഇല്ലാതാകുമ്പോ നമ്മളുടെ നിസ്സഹായ അവസ്ഥയിലോ നമ്മളുടെ അറിവില്ലായ്മയിലോ നമ്മൾ കണ്ടെത്തുന്ന, നിങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് അത്രയും ശാസ്ത്രം അന്വേഷിച്ച് അവിടെ എത്തുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് അത്ര ആയുസുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങൾ ഇത് നിർണ്ണയിക്കപ്പെടണം. നിങ്ങൾ ഇതിലൊരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ആ കൺക്ലൂഷനിലേക്ക് സ്ഥാപിക്കാൻ വേണ്ട തെളിവുകളോ വസ്തുതകളോ അത് കൃത്യമായിട്ടുള്ള എവിഡൻസോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ശാസ്ത്രം അന്വേഷിച്ച് പോയി കണ്ടെത്തിയത് എന്താണോ അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു നിങ്ങളൊരു ദൈവത്തെ സ്ഥാപിക്കുന്നു.
മുഹമ്മദ് നബിയുടെ പ്രവാചകത്വവും ഖുർആാനും അതിന്റെ അത്ഭുതങ്ങളും ഒക്കെ വെച്ചിട്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം ഒരു ദൈവത്തെ സ്ഥാപിക്കുന്നു, ക്രിസ്ത്യാനിറ്റി മറ്റൊരു ദൈവത്തെ സ്ഥാപിക്കുന്നു. നിങ്ങളുടെ പറയുന്ന ദൈവവും ഈ മതങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മതങ്ങളുള്ള ഒരു മതങ്ങളിൽ ദൈവമുള്ളവരുമായിട്ടൊക്കെ ഇതിൽ തർക്കിക്കുന്നതാണ് ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മതം, ദൈവത്തിന്റെ പേര് പറഞ്ഞ് മതം കൊണ്ട് നടക്കുന്ന ആളുകളോട് നിങ്ങളുടെ രണ്ടുപേരുടെയും ദൈവസങ്കല്പങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നതാണ് കുറച്ചും കൂടി ഉചിതം. എന്നെ ബാധിക്കില്ല, എന്നെ മതവും ബാധിക്കില്ല, എന്നെ മതവും ബാധിക്കില്ല, ദൈവവും ബാധിക്കില്ല. ദാറ്റ്സ് ഇറ്റ്. അതാണ് വ്യത്യാസം. നമ്മൾ പിന്നെ ദൈവത്തെ കുറിച്ച് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ പറയുന്നത് സ്ഥാപിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ളത് ജീവൻ ഉണ്ട് എന്നുള്ളതാണ് തെളിവ്. 100% ആ തെളിവ് മതി. ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ല, നിങ്ങൾക്ക് അത് മതിയായിരിക്കാം, എനിക്കത് പോരാ. അല്ല, ഞാൻ പറയണത് അവ്യക്തമായ ഒരുപാട് ബോധ്യങ്ങൾ നമുക്കുണ്ടായിരിക്കെ ആ അവ്യക്തമായ കുറെ ബോധ്യങ്ങൾ എന്നത് പിന്നെ നമുക്ക് ഇതുവരെ പൂർണ്ണമായിട്ട് ബോധ്യപ്പെടാത്ത ഒരു പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള ഒരു കാരണത്തെ നിർണ്ണയിക്കാൻ ആവശ്യമായിട്ടുള്ള തെളിവല്ല. അവ്യക്തമായിട്ടുള്ള കുറെ ബോധ്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതും അപൂർണമായിട്ടുള്ള അറിവുകൾ നമുക്ക് അവ്യക്തമായ ബോധ്യങ്ങൾ ഉണ്ട് എന്നുള്ളതും അപൂർണമായ അറിവുകൾ ഉണ്ട് എന്നുള്ളതും ഇനിയും കണ്ടെത്താത്ത പ്രപഞ്ച രഹസ്യങ്ങൾ ഉണ്ട് എന്നതും അതൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതിന്റെ പിന്നിലുള്ള കാരണത്തെ നിർണ്ണയിക്കാനുള്ള തെളിവല്ല. അതിന്റെ പിന്നിലുള്ള കാരണത്തെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ പരാജയത്തില്ല. ആ ഒരു വിഷമം കൊണ്ട് ഞാൻ വിളിച്ചത്. ആ പരാജയം ഞാൻ ഏറ്റുവാങ്ങി. നിർണ്ണയിക്കാൻ നമുക്ക് സമയമില്ലാത്തതിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിർണയത്തിലേക്ക് എത്തുന്നത്? അത് യാഥാർത്ഥ്യമായതുകൊണ്ട്. അത് നിങ്ങളോട് ആര് പറഞ്ഞു? ഇത് ഞാൻ ഈ പറഞ്ഞതൊക്കെ അല്ലല്ല, ഞാൻ ദൈവത്തെ, നിങ്ങൾ ഈ പറയുന്ന പ്രകാരമുള്ള ഒരു ദൈവത്തെ ഞാൻ സങ്കല്പിച്ചില്ലായില്ലെങ്കിൽ എനിക്ക് എന്ത് പരാജയം സംഭവിക്കും നിങ്ങൾ പറയുന്നു? പറയൂ, കേക്കട്ടെ. അല്ല, ഇത് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഇവിടെ നിങ്ങൾ ഇത് പറയൂ. അതായത് നിങ്ങൾ എത്തിയതുപോലെ ഒരു ദൈവവിശ്വാസത്തിലേക്ക് ഞാൻ എത്തിയില്ലെങ്കിൽ എനിക്ക് എന്ത് പരാജയം സംഭവിക്കും ജീവിതത്തിൽ? അതാണ് ഞാൻ പറയണത്. നിങ്ങൾ ജനിച്ചു മരിക്കുന്നു, ഒന്ന് ചിന്തിക്കണം. നിസാര ആയുസ്. ഈ സമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വരദാനം ആ ജീവനാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കല്ല, അത് യാഥാർത്ഥ്യമായിരിക്കാം. എന്റെ പ്രവൃത്തികൾ ഈ ജീവൻ തന്നവൻ വീക്ഷിക്കുന്നു എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ വിശ്വസിക്കാത്തവൻ എന്റെ അഭിപ്രായത്തിൽ മണ്ടന്മാരാ. കാരണം എന്താണ്? തിരുമണ്ടന്മാരാണ്. കാരണം അതങ്ങനെയാണ്. ആ യാഥാർത്ഥ്യം എന്താണ്? ദൈവം എന്താണ് വീക്ഷിക്കുന്നത്? നമ്മളുടെ പ്രവൃത്തികൾ. എന്തൊക്കെ പ്രവൃത്തികൾ എങ്ങനെ വീക്ഷിക്കുന്ന ഉദ്ദേശം മനസ്സിലായില്ല. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം A to Z, രഹസ്യവും പരസ്യവും എല്ലാം ദൈവം കാണുന്നുണ്ട്. നമ്മൾ ഈ പ്രവർത്തിക്കുന്നതൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ്? ഈ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. അല്ലെ, ഈ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാധനത്തിനെ നോക്കിയിരിക്കാൻ ഈ ദൈവത്തിന് വട്ടുണ്ടോ? അല്ല, ദൈവത്തിന്റെ നിയന്ത്രണം ഞാൻ ഉദ്ദേശിച്ചത് എന്തെന്നറിയാവോ? ജീവൻ മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സ്വതന്ത്രമായ ഒരു ചിന്താഗതിയും മനസ്സും ഒക്കെയാണ്. എന്ന് നിങ്ങൾ ആരോടാണ്, നിങ്ങൾ എവിടുന്നാണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങളുടെ റീസൺ എന്താണ്? ദൈവം ജീവൻ മാത്രമേ തന്നിട്ടുള്ളൂ എന്നും, ഒരു മിനിറ്റ്, ദൈവം ജീവൻ മാത്രമേ തന്നിട്ടുള്ളൂ എന്നും ബാക്കിയെല്ലാം നമ്മളുടെ എന്താ പറയാ വില്ലിന് അല്ലെ, ഫ്രീ വില്ലിന് വിട്ടിരിക്കുകയാണ് എന്നും നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് അറിവ് എവിടുന്ന് കിട്ടി? അല്ല, എന്റെ ജീവിതം കൊണ്ട് ഞാൻ അനുഭവിച്ചത്. ദൈവം മനുഷ്യനെ ദൈവം നോക്കിയിരിക്കുന്നുണ്ടെന്നും ദൈവം ജീവൻ തന്നിട്ടുണ്ടെന്നും ദൈവം നിങ്ങളെ നോക്കിയിരിക്കുകയാണ് എന്നും നിങ്ങൾക്ക് എവിടുന്ന് അറിവ് കിട്ടി? ദൈവത്തിന് അതല്ലല്ലോ പണി. നിങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞ ദൈവത്തിന്റെ A to Z കാര്യങ്ങൾ ദൈവം നോക്കിയിരിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ദൈവം നമ്മുടെ ഈ ഭൂമിയിൽ മാത്രമേ പറഞ്ഞു വരുന്നത് ഒരു ഇസ്ലാമിക ദൈവത്തിലേക്കാണല്ലോ, ഒരു പഠിച്ചവനിലേക്കാണല്ലോ. എന്താ കഥ? പിന്നെ എന്താണ്? കാരണം ഇസ്ലാമിനെ കുറിച്ച് നല്ലവണ്ണം പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. ഖുർആനെ നല്ലവണ്ണം പഠിക്കാൻ ശ്രമിച്ച ഒരാളാണ്. മനസ്സിലായ ഒരാളാണ്. അല്ല, അങ്ങനെ ഖുർആൻ ദൈവികമല്ല എന്ന് എനിക്ക് 100%. ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഖുർആൻ ദൈവികമല്ല. മറിച്ച് ഖുർആൻ എങ്ങനെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ കഴിവിൽ നിന്നുണ്ടായതാണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് അവിടെയാണ് ചിന്തിക്കുന്നത്. ആർക്കാണ് നമ്മുടെ നിയന്ത്രണത്തിന്റെ ശക്തി? ആർക്കാണ് നിങ്ങൾ പറയും. ഞാൻ വിശ്വസിക്കുന്ന ഈ ജീവന്റെ പരാജയത്തിന്റെ കഥ പറയൂ. എന്നിട്ട് ദൈവം ഇങ്ങനെ നോക്കിയിരിക്കും. എന്നിട്ട്
ദൈവത്തിന്റെ ഞാൻ പറയുന്നത് സമ്പൂർണമായിട്ടുള്ള നിയന്ത്രണത്തിലും ദൈവത്തിന്റെ മുന്നറിവിലും മുൻ നിശ്ചയത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. സമ്പൂർണ്ണ നിയന്ത്രണമല്ല, ദൈവം നിയന്ത്രിക്കുന്നില്ല ഇവിടെ. പിന്നെ ദൈവം സൃഷ്ടിക്കുന്നു. അപ്പൊ ദൈവം നിയന്ത്രിക്കാൻ കഴിയില്ലാത്ത ആളാണോ? അതല്ല, അതല്ല ദൈവത്തിന്റെ പണി. ശരി, എന്നിട്ട് പറയൂ. എന്നിട്ട് നിയന്ത്രണത്തിൽ, നമ്മളെ സ്വതന്ത്രമായ നിയന്ത്രണത്തിൽ നമുക്ക് ജീവൻ മാത്രം തന്നു. ദൈവം ദൈവത്തിന്റെ പണിക്ക് പോയി. നമ്മൾ ഇവിടെ ജീവിച്ചു. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചില്ല, മരിച്ചുപോയി. ഇനി പറയും. അപ്പൊ എന്ത് സംഭവിക്കും? മരിച്ചുപോയി. അപ്പൊ ഞാൻ പറയുന്നത്, ഈ അപ്പൊ എങ്ങനെയാ നമ്മൾ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ, ഈ ജീവൻ നമുക്ക് തന്നത് വേണ്ട രീതിയിൽ ഭൗതികമായ അവസ്ഥയ്ക്ക്, അതായത് ദൈവം സൃഷ്ടിക്കപ്പെട്ട ഈ ഭൂമി, ഇപ്പൊ ഈ ഭൂമിയെ എടുക്കുക, എല്ലാ ജനങ്ങൾക്കും വരുന്ന തലമുറയ്ക്കെല്ലാം വേണ്ടിയാ. അപ്പൊ ഈ ഭൂമിയെ ദ്രോഹിക്കൽ, അവിടെ എന്റെ അഭിപ്രായത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു അംശമെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് പുറത്തുവിടൽ. അതായത് നമ്മൾ ശ്വസനം ഉണ്ടായ പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു. അല്ല, ഞാൻ പറയുന്നത് അത് പോട്ടെ, അത് ഓട്ടോമാറ്റിക് ദൈവത്തിന്റെ സിസ്റ്റം. അല്ല, നമ്മൾ മാനുഷിക സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ശാസ്ത്രം. അപ്പൊ നമ്മൾ ഈ പിന്നെ വാന നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് സൗരയൂഥങ്ങൾ, മീൻസ് എന്താ പറയാ, നമ്മളെ ഗോളാന്തര യാത്രകളൊക്കെ നടത്തുമ്പോ ഒരുപാട് പ്രകൃതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല? അതൊക്കെ ദൈവ നിന്ദയല്ലേ? തീർത്തും 100%. അപ്പൊ ആ ദൈവ നിന്ദയിലൂടെ അല്ലേ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ അറിഞ്ഞത്, അത്ഭുതപ്പെട്ടതൊക്കെ? ഏത് ദൈവം? അല്ല, ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയും അറിയണം. ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിങ്ങൾ അത്ഭുതം കൂറുന്നുണ്ടല്ലോ. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അന്വേഷണമൊക്കെ ദൈവം നിന്ദയല്ലേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇതിനേക്കാളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല. എന്താണ്? ഇതൊക്കെ എന്റെ ബൈയാണ്. എന്നെ അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യം. എന്നെ എങ്ങനെയാ ഇത് ബാധിക്കുക? ഞാൻ എങ്ങനെ പരാജയപ്പെടും? നിങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാന്ന് ശ്രദ്ധിക്കണേ. ഒരു നിമിഷം ഒന്നും മിണ്ടരുത്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അതായത്, എന്തായാലും നമ്മൾ ഈ ലോകത്ത് ദൈവം പടച്ചു, സൃഷ്ടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ നമ്മൾ അന്വേഷിച്ചില്ല, നിങ്ങൾ അന്വേഷിച്ചു ദൈവത്തെ കൺഫേം ചെയ്തു. ഞാൻ അന്വേഷിച്ചില്ല, ഞാൻ ജീവിച്ചു മരിച്ചു. ഞാൻ എന്റെ പരാജയം എന്താ, അത് പറയൂ. അപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ പരാജയപ്പെടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ അവിടെ എന്നെ മനസ്സിലാക്കിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കാത്തവർ വിഡ്ഢികളാണെന്നും ദൈവത്തെ കൺഫേം ചെയ്യാത്തവർ പമ്പര വിഡ്ഢികളും പരാജിതരാണെന്ന് നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ നേരത്തെ. 100% ഞാൻ പറയുന്നു. ഇപ്പോഴും നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല, അത് നിങ്ങളുടെ കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, ദൈവത്തിന്റെ തീരുമാനമല്ലേ. നമ്മള് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ തലച്ചോറിൽ ബുദ്ധിക്കും ദൈവം പ്രാപ്യനാവണ്ട എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ, അത് ദൈവത്തിന്റെ തീരുമാനമാണെങ്കിൽ അതിന്റെ ഉത്തരവാദി ദൈവമാണ്, അല്ലേ? അല്ലേ? നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ചെറിയ പ്രായത്തിൽ, നിങ്ങൾ ചെറിയ ആയുസ്സിൽ ദൈവത്തെ പൂർണ്ണമായിട്ട് നമുക്ക് എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനും നിർവചിക്കാനൊന്നും സമയം കിട്ടൂല എന്നത് ദൈവത്തിന്റെ തീരുമാനമല്ലേ? നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് പരാജയപ്പെടുന്നത് പറയൂ. എന്താണ് പരാജയം? നിങ്ങൾ പരാജയപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞു ദൈവത്തെ അന്വേഷിക്കുകയോ ദൈവത്തെ കണ്ടെത്തുകയോ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്യാതിരുന്ന ഒരാള് അയാളുടെ ജീവിതം ദൈവം വീക്ഷിക്കുമെന്നും അയാൾ സമ്പൂർണ്ണമായ പരാജയമായിരിക്കും നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞു. എങ്ങനെയായിരിക്കും അത്? അല്ല, നിങ്ങൾ പരാജയമായിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ വിജയിയാണ്. എങ്ങനെ? നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന്റെ ബുദ്ധിയും യുക്തിയും എല്ലാം ദൈവം നിങ്ങൾക്ക് തന്നത് വേറൊരു രീതിയിലായിരുന്നു. പക്ഷേ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥത പുലർത്തിയ സിൻസിയാരിറ്റിയോടെ നിങ്ങൾ ജീവിച്ചാൽ ആ ദൈവം നിങ്ങളിൽ പ്രീതനാകും എന്ന് നിങ്ങൾ പറയുന്നല്ലേ. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ ദൈവത്തിനടുത്ത് ദൈവപ്രീതിക്ക് പാത്രമാകും നിങ്ങൾ വിശ്വസിക്കുന്നു? 100% ഞാൻ വിജയിക്കും. പക്ഷെ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ മറിച്ച് വ്യക്തിപരമായി സമൂഹത്തിൽ ഞാൻ പറഞ്ഞ രീതിയിൽ മുഹമ്മദ് നബിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ വ്യക്തിത്വം നമുക്ക് അളക്കാൻ നിൽക്കാൻ പറ്റില്ലെന്ന്. അത് ദൈവത്തിന്റെ പക്ഷത്താ. അത് ദൈവത്തിന്റെ പക്ഷത്താ. അവിടെ ചെല്ലുമ്പോ മുഹമ്മദും ദൈവമായിട്ടാകട്ടെ. എവിടെ ചെല്ലും? അത് പറഞ്ഞില്ല നിങ്ങള്. നമ്മൾ മരിച്ചു കഴിയുമ്പോ നിങ്ങൾ പറഞ്ഞു ഈ ജീവൻ നഷ്ടപ്പെടുമ്പോ, നശിക്കുമ്പോഴാണ് പിന്നെ മരണം സംഭവിക്കുന്നതെന്ന്. അപ്പൊ നമ്മൾ ഈ ജീവിതം കഴിഞ്ഞിട്ട് ദൈവം പിന്നെയും പുനഃസൃഷ്ടിക്കുന്നതാണ് നിങ്ങളെ വിശ്വാസം? 100% ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, എന്തിന്റെ ബേസിലാണ് പുനഃസൃഷ്ടി നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? പുനഃസൃഷ്ടി അല്ലല്ലോ അത്. പിന്നെന്താണ്? രൂപം മാറിയേക്കാം മനുഷ്യന്റെ. എന്തിന്റെ ബേസിലല്ല? ഇപ്പൊ എന്റെ മനുഷ്യന്റെ ഈ ശരീരത്ത് ജീവൻ കുടികൊണ്ടിരുന്നു, അത് എന്നിൽ നിന്ന് പോയി. അത് ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ മറ്റൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ ആവാമെന്നല്ലേ? അങ്ങനെയല്ല, അങ്ങനെ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. എങ്ങനെ? നിങ്ങൾ ചിന്തിക്ക്,
അല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്റെ വിഷയമല്ല. ശരി. അവിടെ അപ്പൊ ചിന്തിക്കണം. ഞാൻ ഇതൊന്നും ചിന്തിക്കുന്ന നിങ്ങള് ആളല്ല. ഒരു മിനിറ്റ്. ഞാൻ ഈ ചിന്തകളൊക്കെ കടന്നു വന്ന ആളാണ്. നിങ്ങൾ ആ ചിന്തയിൽ കുരുങ്ങി നിൽക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് എന്താ അറിയോ, ഇത് നമ്മളൊരു ഒരു പുകച്ചുരുളിന്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഈ ദൈവം എന്താണ് മതത്തിൽ നിന്ന് വേർപെട്ട മറ്റൊരു പ്രപഞ്ചാതീതനായ ദൈവത്തെ മാത്രം ഇങ്ങനെ വർണ്ണിക്കുന്ന ആളുകളോടുള്ള സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പുക കൈകൊണ്ട് പിടിക്കാൻ പോകുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. പുകച്ചുരുള്. ഞാൻ നിങ്ങളുടെ അത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയില്ലേ, ഞാൻ ബുദ്ധൻ പറഞ്ഞതാണ് എന്റെ ആപ്തവാക്യം. ദൈവത്തിന്റെ എന്താ പറയാ, ഈ അത്ഭുതം അല്ലെങ്കിൽ ദൈവത്തിന്റെ മിസ്റ്ററിയെ കുറിച്ച് ഞാൻ അത്ര ബോധവടല്ല. അല്ല, ബുദ്ധിസ്റ്റ് ചിന്താഗതിയിൽ ഒരിക്കലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നില്ല. ബുദ്ധിസ്റ്റ് ചിന്താഗതി എന്നല്ല ഞാൻ പറഞ്ഞത്. ബുദ്ധൻ പറഞ്ഞൊരു കോട്ട് അത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അത് എടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനർത്ഥം ഞാൻ ബുദ്ധിസ്റ്റ് ആണെന്നല്ല. അല്ലല്ല, ബുദ്ധിസ്റ്റ് എന്നല്ല. കാരണം പൊതുവെ എല്ലാവരും പറയാറുണ്ട് ഈ സന്യാസിയായിരുന്ന ബുദ്ധൻ. അല്ല, ഞാൻ പറഞ്ഞ അതല്ല. ദൈവത്തിന്റെ മിസ്റ്ററിയെ കുറിച്ച് ഞാൻ അത്ര ബോധവടല്ല എന്നുള്ളതാണ്. മനുഷ്യന്റെ ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങളുണ്ട്, നമ്മളെ ജീവിത യാഥാർത്ഥ്യങ്ങളുണ്ട്. എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ വിജയിച്ചവനാ ഞാൻ 100% എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അന്നും നിങ്ങൾക്ക് വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ച് നോക്കൂ, ഞാൻ പറയണത്, നിങ്ങൾ ഒരു ദൈവത്തെ സങ്കല്പിക്കുകയും ആ ദൈവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പങ്ങളിൽ മുഴുകും ചെയ്യുന്ന ആളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഭൗതികമായ ജീവിതത്തെ നമ്മളിപ്പോ ജീവിക്കുന്നുണ്ടല്ലോ, ഒരു വർത്തമാന കാലത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്. ഈ ജീവിതവും ഇതിന്റെ മുന്നോട്ടുള്ള മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങളിൽ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അല്ല, ഞാനിപ്പോ നിങ്ങളെ വിളിച്ചത് ഇല്ലേ, എന്റെ ഈ സിദ്ധാന്തം നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാനോ സ്ഥാപിക്കാനോ അല്ല, മറിച്ച് അത് കഴിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാപനവും അള്ളാഹു എനിക്ക് അങ്ങനെ വേണ്ട. അത് കഴിയില്ല എന്ന് പറയാം. ഞാൻ ഒരു കാര്യം കൂടി ചെയ്യും. നിങ്ങൾ ദൈവത്തെ നിങ്ങൾ അള്ളാഹു എന്നാണ് വിളിക്കുന്നത്. ഞാൻ ആരെ വിളിച്ചാലും ഞാൻ അള്ളാഹ്, യഹോവ, ഈശോ, അതുപോലെ വിളിക്കുന്ന ദൈവത്തെയാ. നിങ്ങൾ ദൈവത്തെ നിങ്ങൾ എന്താ വിളിക്കാറ്? എന്റെ ദൈവത്തെ ഞാൻ വിളിക്കുന്ന പരബ്രഹ്മം എന്ന് വിളിക്കാറുണ്ട്. മിക്കവാറും പരബ്രഹ്മം എന്നാ ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. അത് ശരി. അതൊരു ഹൈന്ദവ ദർശനമാണല്ലോ. അതങ്ങനെ ഹൈന്ദവ പരബ്രഹ്മം അല്ലല്ല, പരബ്രഹ്മം ഹൈന്ദവ ദർശനമാണ്. പക്ഷെ എന്റെ സാരാംശം എടുത്തേ, പേരാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത്. എന്താണ് അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഞാൻ ഒരു കാര്യം കൂടി പറയാം. എന്തെന്നറിയോ, ഒരു വേദാന്തിയാണോ? എന്റെ പടച്ചവനെ ഞാൻ ഒന്നുമല്ല. ഞാനൊന്ന് പറയുന്നത് നിങ്ങൾ ആയിക്കോട്ടെ. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്താ അറിയോ, ഞാൻ അവസാനിപ്പിക്കാൻ എനിക്ക് ഇങ്ങനെ സമയം കളയാനില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളുടെ ഒരു കൗതുകത്തിന് നിങ്ങൾ പുറകെ വന്നേ ഉള്ളൂ. ഞാൻ ധരിക്കുന്ന എന്റെ ദൈവത്തിന്റെ മുന്നിൽ വിജയിച്ചു എന്ന പാത നിങ്ങളിലേക്ക് അറിയിക്കാനായിട്ട്, ആ വിവരം നിങ്ങളെ അറിയിക്കാനായിട്ട് ഞാനൊന്ന് വിളിച്ചത്. വളരെ സന്തോഷം. വളരെ സന്തോഷം. ആ ദൈവത്തെയോ ആ ദൈവത്തിന്റെ സമ്മാനമോ പ്രീതിയോ ഞാൻ കാംക്ഷിക്കുന്നില്ല. പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്ക്. ദയവ് ചെയ്ത് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു വിഭാഗത്തെയോ അല്ലെങ്കിൽ മറ്റൊരാളിനെയോ മറ്റൊരു വിഭാഗത്തെയോ അടച്ചാക്ഷേപിച്ച് ഞാൻ ആരെ ആക്ഷേപിക്കാറില്ല. ഞാൻ വസ്തുതകൾ പറയാറേ ഉള്ളൂ. അല്ല, വസ്തുതകൾ പറയുന്ന സമയത്ത് ഞാൻ പറയട്ടെ, വസ്തുതകൾ പറയുമ്പോൾ ആളുകൾക്ക് വേദനിക്കുമോ എന്നത് എന്റെ പ്രശ്നമല്ല. എന്റെ പ്രശ്നം അല്ല, നിങ്ങളും ഞാനും ഒരു മുസ്ലിം ആയിരുന്നു പണ്ട്, എന്ത് രീതിയിലാകട്ടെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഇസ്ലാം എന്ന് പറയുന്നത് ചില പുരോഹിതന്മാരുടെ കൈകളാൽ എന്നിങ്ങനെ മലിമസപ്പെട്ടെന്നല്ല പറയേണ്ടത്. അതിന്റെ ചിന്താഗതിയും അതിന്റെ ധാരണയും എല്ലാം മാറിക്കൊണ്ട് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത്. ആ മതത്തിന്റെ ലക്ഷ്യം എന്താണോ. ഹലോ, അപ്പൊ എന്തായിരുന്നു യഥാർത്ഥ ഇസ്ലാമിന്റെ ലക്ഷ്യം? എന്താണ്? അള്ളാഹയെ പരിചയപ്പെടുത്തലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 14ാമത്തെ നൂറ്റാണ്ടിൽ വന്നിരുന്ന അവിടുത്തെ ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. 14 നൂറ്റാണ്ടിൽ ഇസ്ലാമിലെ അള്ളാഹു ഒക്കെ നിങ്ങളിപ്പോ പറഞ്ഞ ദൈവമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളെ ദൈവം പിന്നെ എന്തിനാ പറ്റാ? ഇസ്ലാമിലെ അള്ളാഹു ഒരിക്കലും പരിപൂർണനല്ലെന്നേ. പിന്നെ എങ്ങനെയാ എനിക്ക് ദൈവം എന്ന് വിളിക്കാൻ കഴിയുക? നിങ്ങൾ ചിന്തിക്കുക. ഇസ്ലാമിലെന്നല്ല ഒരു എന്നെ സംബന്ധിച്ച് ഞാൻ വീണ്ടും പറയാണ്, ദൈവം ഉണ്ടോ ഉണ്ടില്ലേ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ അതിനു വേണ്ടി എന്റെ ഊർജം അതിനു വേണ്ടി എന്റെ സമയവും ഊർജവും ചെലവഴിക്കാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടില്ല. അത് ഞാൻ എന്റെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് തന്നെ നന്മയിൽ കുറെ കൂടി അതിന്റെ സാരാംശം കൂട്ടിയിട്ട് ഇത്തിരി നന്മയിലേക്ക് എങ്ങനെ നന്മ കൂട്ടി എങ്ങനെയാണ് സമൂഹത്തിന് ഉപയുക്തമാകുന്ന രീതിയിലൊക്കെ നിങ്ങൾ ദൈവമൊന്നും സപ്പോർട്ട് ഉണ്ടാവും. അതിന് ദൈവമൊന്നും വേണ്ട. അതിന് ദൈവത്തിന്റെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് പറയാം.
നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ ദൈവം നിങ്ങളെ വിശ്വസിക്കും, ആയിക്കോട്ടെ, നിങ്ങളെ അങ്ങനത്തെ വീക്ഷിക്കും. ദൈവങ്ങളെ കുറിച്ച് നമുക്ക് പരാതിയില്ലെന്നേ. നിർഗുണ, നിങ്ങൾ ആ ദൈവം പരബ്രഹ്മം എന്നല്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? തരുന്ന ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തെ. നിങ്ങളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് ഇത് വെറും പരബ്രഹ്മല്ല, നിർഗുണ പരബ്രഹ്മാണ്. നിർഗുണ പരബ്രഹ്മങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? അത് ഒന്നോ രണ്ടോ ആർക്കെങ്കിലും പറയാൻ ഉണ്ടായിക്കോട്ടെ. കഴിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ ഒന്ന് വീക്ഷിക്കുന്ന ഒരാളിന് പറയാൻ കഴിയുമോ അത് നിർഗുണനാണെന്ന്? നിർഗുണമാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച്, നിർഗുണ എങ്ങനെയാ നിർഗുണമാകുന്നത്? നിർഗുണ അല്ലാഹ് പരബ്രഹ്മം. സർവ്വഗുണങ്ങളുടെയും ഏകാന്തിയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ വിജയം പ്രതീക്ഷിക്കുന്ന എവിടെയെന്നറിയാവോ? നിങ്ങൾ ചെയ്യുന്ന ഈ ലോകത്തെ ഭൗതിക നന്മയില ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന അല്ല, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഒരു നമ്മള് പരിധി വരെ നിങ്ങൾ ചെയ്യുന്ന നല്ലതാ. എന്തെന്നറിയാവോ? ഭൗതികമായ ഈ കാര്യങ്ങളിലാണ് അന്ധമായ ഞാൻ എന്റെ ദൈവത്തെ, ചിന്ത. അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ അന്ധമായ ദൈവത്തെ എങ്ങനെ ആരാധിച്ചുകൊണ്ട് ചിലരിങ്ങനെ നടക്കുന്നുണ്ട്. അവരുടെ ജീവിതവും സമയവും ഒക്കെ പാഴാക്കി ആ ദൈവത്തിന്റെ പേര് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗങ്ങളുണ്ട്. അവരിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിച്ചെടുക്കൽ നിങ്ങളെ ബാധ്യതയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നേ. നിങ്ങൾ ചെയ്യുന്ന ഇപ്പൊ അതാ. എനിക്ക് സന്തോഷം അതില്. ആയിക്കോട്ടെ. വളരെ സന്തോഷം നിങ്ങളൊരു നിങ്ങളോട് ധാരയിൽ എത്തിക്കവരെ. നിങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിലെങ്കിലും നമ്മളൊക്കെ നല്ല മനുഷ്യന്മാരാണല്ലോ. ശരി, 100% ഞാൻ പറയുന്നു. നിങ്ങളൊക്കെ രക്ഷപ്പെടുന്നേ. നമുക്ക് അവിടെ വെച്ച് കാണാം, ദൈവം വിധിക്കുകയാണെങ്കിൽ. ഓക്കെ. ഓക്കെ എങ്കിൽ ഇൻഷാ പരബ്രഹ്മം. ഇൻഷാ അല്ലാഹ്.